യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് പോലെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്ന്. അതേപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ വായിക്കുമ്പോൾ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഞാനൊരു വീടൊരുക്കിയിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും എന്ന്. അപ്പോൾ അന്നിരുന്ന ശിഷ്യന്മാരും വിശ്വാസികളും വിചാരിച്ചു, യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ലോകത്ത് പലരെയും കാണിച്ചു കൊടുത്തു. പക്ഷേ സ്വർഗാരോഹണം ചെയ്തു പോകുന്നതും അവർ കണ്ടു. പോയതുപോലെ ഞാൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ശിഷ്യന്മാർ വിചാരിച്ചു അവർ ഇരിക്കുന്ന ആ സമയത്ത് തന്നെ വരും എന്ന്. ഓരോ ദിവസവും ഇന്ന് വരും നാളെ വരുമെന്ന് അവർ ദൈവത്തെ കാത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ തലമുറകളോളം കാത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ 2025 വർഷത്തോളമായി നാം ഇതുവരെയും കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്നില്ല. അപ്പോൾ ഈ താമസിക്കുന്നത് കൊണ്ട് പലരും ഇന്ന് പറയുന്നത് കൊണ്ട്, അതൊക്കെ ഒന്നുമില്ല, സ്വർഗവും നരകവും ഒന്നുമില്ല, ഇവിടെ തന്നെ സ്വർഗവും നരകവും എന്ന്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ആൻറ്റി ഇവിടെ പണമുള്ളവർക്ക് സ്വർഗം, പണമില്ലാത്തവർക്ക് നരകം എന്ന്. ഇന്ന് പലപ്പോഴും അല്പ വരുമാനങ്ങൾ അല്ലെങ്കിൽ ജീവിക്കുവാൻ അല്പ സാമ്പത്തികം ഉള്ളവർ പറയുന്ന ഒരു വാക്കാണ് ഇത്, സ്വർഗം ഇവിടെ തന്നെയാണ്, ഇവിടെ നാം അനുഭവിച്ച് തീർക്കണം എന്ന്. പക്ഷേ ഇവിടെ പത്രോസിൻ്റെ ലേഖനത്ത് 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ എന്ത് പറയണമെന്ന് വെച്ചാൽ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, എന്തുകൊണ്ട് അവൻ വരാൻ താമസിക്കുന്നു എന്ന് വെച്ചാൽ, അത് വരത്തില്ല എന്ന് കള്ളം പറഞ്ഞു പോയതല്ല, പക്ഷേ ചിലർ കൂടെ ദൈവസന്നിധിയിൽ വരുവാനും ദൈവത്തെ സ്വീകരിപ്പാനും ദൈവരാജ്യത്തിൽ കൊണ്ടുപോകുവാനും കർത്താവ് ഇച്ഛിച്ചിട്ട് അവർക്ക് വേണ്ടി കാലതാമസം വയ്ക്കുന്നു എന്നാണ്. പ്രിയ ദൈവമക്കൾ, അത് ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആയിരിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളായിരിക്കും. നാളേക്ക് അല്ലെങ്കിൽ സ്നാനപ്പെടാനായാലും, ഒരു ദൈവിക ആരാധനയിൽ പങ്കെടുക്കുവാനായാലും, അല്ലെങ്കിൽ ദൈവ ജോലി ചെയ്യുവാനായാലും, 1 വർഷം കഴിയട്ടെ, പിള്ളേരുടെ കല്യാണം കഴിയട്ടെ, 5 വർഷം കഴിയട്ടെ, മക്കൾ ഇത്തിരി വളരട്ടെ എന്ന് വിചാരിച്ച് പലപ്പോഴും നാം സമയങ്ങളെ മാറ്റിവെക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർത്തിട്ട് വീണ്ടും വീണ്ടും കാലതാമസം വയ്ക്കുകയാണ്, ആരെയൊക്കെയോ ഓർത്തിട്ട്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവം ഇവിടെ അപ്പോസ്തലൻ എന്ത് പറയുമെന്ന് വെച്ചാൽ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മലപർവ്വതങ്ങൾ കുത്തിയൊഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുരുകി പോകുകയും ചെയ്യുമെന്ന്. അപ്പോൾ കർത്താവ് വരുമ്പോൾ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഈ ഭൂമി വെന്തുരുകി പോകും, മലകളും കുന്നുകളും താഴ്വരകളോട് അങ്ങ് താഴ്ന്നില്ലാതെ പോകും. അതേപോലെ തന്നെ നാം കാണുന്ന സകലതും വെന്തുരുകി ചാമ്പലായി പോകും. അപ്പോൾ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നടക്കും. നമുക്കറിയാം, ഇന്ന് ഉരുൾപൊട്ടലൊന്നും വലിയ വലിയ മലകൾ അല്ലെങ്കിൽ കുന്നുകൾ ചരിഞ്ഞ് വീഴുന്നതെന്നറിയാം. പല സംഭവങ്ങളും മുമ്പത്തേക്കാളും കർത്താവിൻ്റെ വരവിനെ അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാളേക്ക് മാറ്റിവെക്കുന്ന ഓരോ കാര്യത്തിലും നാം ഇന്നൊരു തീരുമാനമെടുത്ത്, അതൊരു ദൈവിക ആരാധനയായിരിക്കാം, ദൈവിക ജോലിയായിരിക്കാം, ഒരാത്മാവിലുള്ള നടത്തമായിരിക്കാം, അല്ലെങ്കിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് ഒഴിയുന്നതായിരിക്കാം. എന്തായാലും കർത്താവിൻ്റെ വരവ് അതിആസന്നമായിരിക്കുന്നത് കൊണ്ട് കർത്താവ് നമ്മയും ഓർത്ത് താമസിക്കുന്നു എന്ന് വിചാരിച്ച് കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും കർത്താവെ ദിവസങ്ങൾ മാറ്റിവെച്ച് നിൻ്റെ വരവിൻ്റെ ദിവസങ്ങളെ നീട്ടുമ്പോൾ ഞങ്ങളെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെടാതിരിപ്പാൻ, ഞങ്ങളെ നിമിത്തം കർത്താവെ ഞങ്ങളുടെ കർത്താവ് മനുഷ്യന്മാർ കഷ്ടപ്പെടാതിരിക്കാൻ
പോകാതിരിപ്പാൻ കർത്താവെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ച് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളും പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കർത്താവെ ദൈവമേ ഭക്തന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ ആ കാഹളധ്വനി ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുവാനും ഞങ്ങളും അങ്ങയോടുകൂടെ കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ വന്ന് സന്തോഷിപ്പാനും ഞങ്ങൾക്കൊരു കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.